സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വീണ്ടും എത്തിയേ. സോ ഗൈസ്, ഇന്നത്തെ ദിവസം നമ്മൾ പണ്ടടിച്ച് വെച്ച ഡ്യൂക്ക് ബൈക്കിന് ഇറങ്ങണം. എന്താക്കുന്നേ നമ്മൾ വീട്ടിൽ ചെന്ന് പാർക്ക് ചെയ്ത് ബാക്കി പരിപാടി തുടങ്ങാം. ഇതാരാ ഷിൻചാനും ആരൊക്കെ നിൽക്കണ്ടല്ലേ. ഇന്ന് ഷിൻചാൻ്റെ റിച്ച് ഫ്രണ്ട്സാന്ന്. ഞാൻ റിച്ചാന്ന് പറഞ്ഞ് പറഞ്ഞായിരിക്കും. ഹലോ നിങ്ങളൊക്കെ ആരാണ്? ഷിൻചാൻ്റെ ഫ്രണ്ട്സാണോ? ഈ കൊച്ചേർക്കം പറഞ്ഞാൽ ശരിയാണല്ലോ. നിനക്ക് ഞങ്ങള് കിഡ്നാപ്പേഴ്സാന്ന് മനസ്സിലായില്ലടാ. നീ എന്ത് പൊട്ടനാടാ? ഏതാ നീയൊക്കെ എന്നെ കൂടുതൽ കളിയാക്കല്ലേ. എൻ്റെ ഷിൻചാനെ വരെയൊക്കെ കിട്ടോ, നിനക്ക് ഇടിക്കും. അതിന് മുമ്പ് നിങ്ങളൊക്കെ ആരാണ് സത്യം ഒന്ന് പറയാവോ? ഞങ്ങളാണ് ദ ജോക്കേഴ്സ്. നിങ്ങൾ ഈ പൊട്ടച്ചെറുക്കനെ വിട്ട് തന്നെങ്കിൽ നിങ്ങൾ ടാസ്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ജുറാസിക് പാർക്കിന്റെ അവിടെ പോയിട്ട് സോംബീസിനെയൊക്കെ 100 സോംബീസിനെ കൊണ്ട് 100 കോയിൻസ് കൊണ്ടുവന്നെ ഇങ്ങോട്ട്. അതെ കേട്ടോടാ മത്തങ്ങാത്തലയാ. അതൊക്കെ ശരി. ഈ തലച്ചോറില്ലാത്ത 5 വയസ്സുള്ള ചെറുക്കൻ എന്തിനാണ് നിങ്ങക്ക്? ആ ശരി. എന്തായാലും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അവിടെയാണ് നിനക്ക് തെറ്റിയ ഫ്രണ്ട്. ഇവനെ തലച്ചോറെന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനാണ്. അത് തന്നെ നേരത്തെ ചോദിച്ച. വേറെ ഒരു ബുദ്ധിയുള്ള ചെറുക്കനെയും കിട്ടിയില്ലേ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി? എന്റെ പൊന്നു പൊട്ട, ഇവിടെ ഇല്ലേ നിനക്കറിയാലോ, ഈ സിറ്റിയിൽ പിള്ളേരെന്ന് വെച്ചാൽ വളരെ കുറവാണ്. പിന്നെ ഇവൻ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള കറക്റ്റ് ലെവല് ആള് ഇവനാണ്. വല്ലവനെ നിന്നെ പിടിച്ചോണ്ട് പോയാൽ മതിയാണ്. മുതുകാളെ മര്യാദക്ക് ഞങ്ങള് പറഞ്ഞ് ചെയ്തു. അല്ലെങ്കിൽ നിന്റെ ഷിൻചാനെ നീ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കാണത്തുമില്ല. പിന്നെ അവനെ തിരിച്ചു കിട്ടത്തുമില്ല. ജീവിതത്തിൽ ഒരിക്കലും കാണത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ഇതിന് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ അതൊന്ന് പറഞ്ഞു തരാമോ? അതൊക്കെ ഞങ്ങളെ വിദ്യന്മാരുടെ സ്റ്റൈല്. നീ ഞങ്ങൾ പറഞ്ഞ് ചെയ്താൽ നീ ഞങ്ങളെ ചോദ്യം ചെയ്യാറായ മര്യാദക്ക് ഇരുന്നാലേ ഷിൻചാനെ എക്സ്പെരിമെന്റ് ചെയ്യണ ഇവിടെ വെച്ച് അങ്ങോട്ട് തട്ടിക്കളയും കേട്ടാ. കൂടുതൽ വിളച്ചിലിറക്കല്ലേ നീ. അതെ നീ പറഞ്ഞത് ശരിയാണ്ടാ. കൂടുതൽ വിളച്ചെടുത്താ നിന്റെ തല അങ്ങോട്ട് ഇട്ട് ഈ ഷിൻചാനെ അങ്ങോട്ട് തട്ടും. പിന്നെ റിയേനെയും പിഞ്ചാനെയും തട്ടിക്കളയും കേട്ടോ. എടാ ഷിൻചാനെ നീ എല്ലാം ചോർത്തി കൊടുത്തല്ലേ. ഓക്കെ ഫൈൻ, ഞാൻ ടാസ്ക് ചെയ്യാൻ പോവാം. എന്റെ ഷിൻചാനൊന്നും ചെയ്തേക്കരുതേ. പെട്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ ഷിൻചാനും ഒരു മാങ്ങത്തൊലി തിരിച്ചു വരുമ്പോ ഉണ്ടാവൂല. അയ്യോ ഞാൻ പോയിക്കോളാവേ. സോ ഗൈസ്, നീ പോവാതിരുന്ന ശരിയാവില്ല. ഞാൻ നൈസായിട്ട് അവിടെ നിന്നിട്ട് ഷിൻചാൻ ഇങ്ങനെ പിടിച്ചു പറിച്ചു കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചാ അമ്മമാരാണെങ്കിൽ ഇങ്ങോട്ട് സംസാരിച്ചിട്ട് വിട്ട് തന്നെ ഇല്ല. എന്ത് ചെയ്യാനേ. അപ്പം ഇനി ഒറ്റ വഴിയോടെ നമുക്ക് നേരെ ജുറാസിക് പാർക്കിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന്. അത് തന്നെ മറ്റേത്. അയ്യോ എൻ്റെ പേരെന്ന് 100 സോംബീനെ കൊന്നിട്ട് പിന്നെ 100 കോയിൻസ് കൊണ്ടുവരാം. സോ ഗൈസ്, ഇവിടുത്തെ 100 കോയിൻ എന്ന് വെച്ചാൽ അതിന് നമുക്ക് പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് അവർ ഈ 100 കോയിൻ ഇതാക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായേ? പക്ഷേ എൻ്റെ കയ്യിലുള്ളതിനൊക്കെ ഇരട്ടി പൈസ 100 കോയിൻ വെച്ച് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഈ സാധനങ്ങാനും ഞാൻ ചെയ്ത എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാധനം ചെയ്യണമെങ്കിൽ കുറേ സയൻറ്റിസ്റ്റിൻ്റെ ഒക്കെ ആവശ്യം വേണം. അവന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എടുക്കണമെങ്കിൽ കുറച്ച് എന്നെ പോലത്തെ കഴിവേറികളായ ആൾക്കാർക്ക് പറ്റുള്ളൂ. അതാണ് ഇവന്മാരിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് എത്താറായി. ഇനി എൻ്റെ ഉള്ളിൽ ചെന്ന സ്ഥലമൊക്കെ കണ്ടുപിടിക്കും. സോ ഗൈസ്, നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇവർ നമ്മൾ ഈ ചില്ലും കൂടല്ല വലയിട്ട് നമ്മൾ അടച്ചു വെക്കും. നമ്മുടെ കയ്യിലുള്ള വെപ്പൺസൊക്കെ വെച്ചിട്ട് ഇതാണ് നേരെ വെടി വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത്ര വെപ്പൺസ് ഉള്ള. എനിക്ക് കുറേ വെപ്പൺസ് ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് ഓരോ ലെവലുണ്ട്. എന്തായാലും തൽക്കാലം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഓളം പോലെന്ന് പറയുന്നത് സ്നൈപ്പർ വെച്ചല്ലാത്തതിന് തട്ടാം. ഡക്കെ പൊട്ടെ എല്ലാത്തിനും കൊന്നേ. സോ ഗൈസ്, ഇനി നമുക്ക് നേരെ ചെന്ന് കോയിൻസ് കളിച്ച് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ എണ്ണി വെക്കാം. 1 2 3 4 5. സോ ഗൈസ്, നമുക്കിവിടെ അടുത്ത വെപ്പൺ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അടുത്ത ലെവലും കൂടി ഈ സ്നൈപ്പർ വെച്ച് കാച്ചും. സ്നൈപ്പർ വെച്ച് കളിക്കണ വലിയ
എന്താണ് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, മൊത്തം ഡിസഡ്വാൻറ്റേജ്. അവന്മാരെ സൈഡിൽ കൂടെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ഈ ലെവലിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ, അതാണ് സ്നൈപ്പർ വെച്ച് അടിക്കണം. പിന്നെ സ്നൈപ്പർ ഭയങ്കര സ്ലോ ആണ്. പക്ഷെ ഇതൊന്ന് അടുത്ത ലെവലിൽ മെഷീൻ ഗണ്ണം കണ്ട കിട്ടണേന്ന്, അത് കാരണം നമുക്ക് മെഷീൻ ഗണ്ണൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ വട്ടം അൺലോക്ക് ആയത് പിസ്റ്റലല്ലേ, പിസ്റ്റൽ വെച്ച് അടിക്കണേക്കാൾ സ്നൈപ്പർ വെച്ച് അടിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് ഇവന്മാരൊക്കെ കൊല്ലും, ഇവന്മാരെയൊക്കെ അടിച്ചിട്ട് ചാവത്ത ടൈപ്പാണ്. പിന്നെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ്. സോ ഗൈസ് നമ്മൾ ഫൈനലി ഇവരെ കൊന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും കോയിൻസ് എടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ ഗണ്ണ് വെച്ചാൽ എല്ലാത്തിനും നല്ലൊരു കാച്ചണം ഗൈസ്. ഇപ്പം നമുക്ക് എത്ര കോയിൻസ് കിട്ടിയെന്ന് ഇത്രയെങ്കിലും ആട്ടെ, എല്ലാത്തിനായിട്ട് തട്ടിയിട്ട് 100 കോയിൻസ് അങ്ങോട്ട് എടുക്കാം. എന്തായാലും നമുക്ക് ഇവന്മാരെ എല്ലാത്തിനും കൊള്ളാം. ചാവടെ എല്ലാവരും. ആരൊക്കെ ചാവാത്ത ചാവണ്ട് എല്ലാത്തിൻ്റെ കഥയിൽ നിന്ന് തീർക്കോളാ. സോ ഗൈസ് സത്യം പറയാൻ എനിക്കിത് വലിയ ടാസ്ക് ഒന്നുമില്ല. എനിക്കിങ്ങനെ ആൾക്കാരെ വെടിവെക്കണം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആ പോലീസുകാരെ ചെയ്യണം കണ്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കിത് വലിയ ടാസ്ക് ഒന്നുമല്ല, എനിക്ക് റിസ്ക് ആണെന്ന് വെച്ചാൽ റിസ്ക് ആണ്. സോ ഞാൻ കുറച്ച് കെയർലെസ് ആണ്. നിങ്ങളെ പോലീസുകാരെ വെടിവെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇടയ്ക്ക് പുറകിൽ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റില്ല, നമുക്ക് പുറകെ കണ്ടില്ലല്ലോ, സൈഡിൽ നിന്ന് വരിക ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, അതാണ് എൻ്റെ പ്രശ്നം. ഇതുവരെയായിട്ട് നമ്മളെ കടിക്കാൻ ഒരാളും ധൈര്യം ഉള്ള സോംബിയായിട്ട് തോന്നത്തില്ല. എന്തായാലും ഇത്രയൊക്കെ പോരെ. ഇപ്പം തന്നെ ഒരു 10-50 നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും കുറച്ചുകൂടി കൊന്നിട്ടേക്ക്, നമുക്കെന്താ പ്രശ്നം. എന്നാലും എൻ്റെ പാവ ഷിൻചാനെ അവന്മാർ കിഡ്നാപ്പ് ചെയ്ത് റിയ പിഞ്ചാനെ നൈസായിട്ട് എസ്കേപ്പായി കളഞ്ഞെന്ന് തോന്നണം ഗൈസ്, അല്ലെങ്കിൽ അവരവിടെ ഉണ്ടാവുമല്ലോ. സോ ഗൈസ് ഞാൻ പറയാൻ വിട്ടുപോയി, പിഞ്ചാൻ നമ്മുടെ വേൾഡിലൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇന്ന് ഓണത്തിൻ്റെ അന്ന് അവൻ വന്നതെന്ന് ഞാൻ നിങ്ങൾ പറയാൻ പറഞ്ഞത്, സോറി ഗൈസ്, സോറി. സോ ഗൈസ് നമുക്കങ്ങനെ 100 കോയിൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ടപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ സക്സസ് ചെയ്യുക എന്തൊക്കെയാണ് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി നേരെ അമ്മയുടെ അടുത്ത് ഈ കോയിൻസ് കൊടുത്ത് ചിൻചാനെ ഇല്ലേ പിടിച്ചിട്ടേ ഗൈസ്. ഞാൻ നിങ്ങൾ ആരോടും പറഞ്ഞില്ല, ഞാൻ സീക്രട്ട് പറയാം. നമുക്കൊരു വേറെ പ്ലാൻ ഉണ്ട്. ആ സീക്രട്ട് എന്താണെന്ന് വെച്ചില്ല, അമ്മാരിങ്ങനെ ചോദിക്കും, എടാ കോയിൻസ് പൈസ ആക്കണം, ഒരു നല്ല ഇല്ലീഗൽ പരിപാടി. അപ്പം എന്നോടാക്കാൻ പറയും. നമ്മുടെ ഈ മിസൈൽ ലോഞ്ചർ എടുത്ത് അങ്ങോട്ട് അമ്മമാരുടെ അണ്ണാക്കി വെച്ച് പൊട്ടിച്ചെടുക്കും ഗൈസ്. പിന്നെ അമ്മമാർ ബടിയാവും. അതിന് മുമ്പ് ഷിൻചാനെ എങ്ങനെ പിടിച്ച് കൊണ്ടുപോകാനും ഉണ്ടായിരിക്കാം, ഒന്നും നമ്മൾ അണ്ടിൽ കേട്ടിട്ടില്ല. ജോക്കർ ടീം, ഞാൻ നിങ്ങൾക്കുള്ള കോയിൻസും തേങ്ങയൊക്കെ ഉണ്ട്, എൻ്റെ ഷിൻചാനെ ഇങ്ങോട്ട് വിട്ടു തന്നാൽ മതിയാക്കി. ഷിൻചാനൊക്കെ വിട്ടു തരാം. അതിനു മുമ്പില്ലേ നീ ആ കോയിൻസ് എടുത്ത് പൈസ ആക്കിയിട്ട് ഞങ്ങളുടെ കയ്ത്താ. അതെങ്ങനെയാ ശരിയാവുക? ഞാൻ കോയിൻസ് എടുത്ത് പൈസ ആക്കിയിട്ടാ നിങ്ങൾ ഷിൻചാനെ തല്ല, ഞാൻ എങ്ങനെ അറിയാം? എന്നാ നീ കൊണ്ടുപോയനെ. എടാ ഷിൻചാനെ ഒന്നും ഉണ്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ ഒരു വിഷയം സാധനം നടക്കാൻ പോവാണ്, പേടിക്കരുതേ. എടുക്കടാ മിസൈൽ ലോഞ്ചർ, എല്ലാത്തിനും ഉണ്ടാക്കിയിട്ട് പൊട്ടിക്കാവും. അയ്യോ ഫ്രാങ്കിന്റെ അടുത്ത് വെച്ചാൽ ഇങ്ങനെയൊക്കെ. ഫ്രാങ്കിൻ ഫ്ലവർ ഇല്ലടാ, ഫയറാടാ. ഡാടാ ഷിൻചാനെ നിന്നെ കഷ്ടപ്പെട്ട് രക്ഷിച്ചല്ലേ, താങ്ക് യു എങ്കിലും പറയടാ, എന്താടാ ഇത്? വെൽക്കം. സോ ഗൈസ് സോംബികളെ തോപ്പിച്ചപ്പോൾ എനിക്കൊരു വേറെ സാധനം കൂടി കിട്ടിയ എന്താണെന്നറിയാം, അതാണ് അൾട്രാ ഹാർട്ട്. അതെന്താന്നൊക്കെ അടുത്ത വീഡിയോ പറയാം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര. നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. അപ്പം ശരി.